നമ്മുടെ ആനുവൽ എക്സാമിന്റെ ടൈം ടേബിൾ ഒക്കെ വന്നു. അതുകൊണ്ട് ഇനി ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കണം, പലർക്ക് ടഫുള്ള വിഷയമാണ് മാത്സ്. ഈ മാത്സിന്റെ ഏതൊക്കെ ചാപ്റ്റർ ആണ് ഞാൻ പഠിക്കേണ്ടത്, ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരിക, ഏതൊക്കെ ചാപ്റ്റർ ഞാൻ പഠിക്കേണ്ടത്, എനിക്ക് ഒഴിവാക്കാം, ഈ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടായിരിക്കും നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അല്ലേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചെടുക്കാൻ നിങ്ങൾ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ഏതൊക്കെ ചാപ്റ്റർ ഒക്കെ പഠിക്കേണ്ട എന്നുള്ള കാര്യങ്ങൾ ഫ്രണ്ട്സിന് അയച്ചു കൊടുത്താൽ അവർക്കും കൂടി സന്തോഷമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ മാക്സിമം ക്ലാസ് ഗ്രൂപ്പിലൊക്കെ അയച്ചു കൊടുക്കുക, എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഇതുപോലുള്ള കൂടുതൽ ഇമ്പോർട്ടൻസ് ഒക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ്, ചാപ്റ്ററിന്റെ വെയിറ്റേജ് ഒക്കെ വേണ്ട വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ കമന്റിൽ അറിയിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് അടിച്ചു വെക്കാനും ആരും മറക്കാതിരിക്കുക കേട്ടോ. ഇനി ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോ. നമുക്ക് എന്തായാലും പെട്ടെന്ന് ഏതൊക്കെ ചാപ്റ്റർ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് നോക്കാം. ലൈൻസ് ആൻഡ് സർക്കിൾ പാഠം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട പാഠം. ഏറ്റവും കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട ഒരു പാഠം തന്നെ മാഷ് പറയും. നമ്മൾ ലൈൻസ് ആൻഡ് സർക്കിൾ, വരകളും വട്ടങ്ങളും പറയുന്ന പാഠം. ഈ പാഠത്ത് നിന്ന് സർക്കിൾ വരയ്ക്കാനും അതിന്റെ റേഡിയസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യം എന്തായാലും ചോദിക്കാൻ ചാൻസ് ഉണ്ട് നമ്മൾ ഈ ഫൈനൽ എക്സാമിന്, ആനുവൽ എക്സാമിന്. അതുപോലെ തന്നെ വിത്തിൻ നമ്പേഴ്സ്, സംഖ്യകൾക്കുള്ളിലുള്ള പാഠം നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. അതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാഠമാണ്. അതുപോലെ റെക്ടാങ്കിൾ മാത്ത്, ചതുര കണക്കുകളിലുള്ള പാഠത്തിൽ നിന്ന് ഉറപ്പായിട്ടും 100% ഷുവറാണ് എന്തായാലും ആ പാഠത്തിൽ നിന്ന് ചോദ്യം ചോദിക്കും. അതുപോലെ തന്നെ ടേബിൾസ് ആൻഡ് ഗ്രാഫ്, പട്ടികകളും ചിത്രങ്ങളിലുള്ള പാഠത്തിൽ നിന്നും ഒരു ടേബിൾ തന്നിട്ട് അല്ലെങ്കിൽ ഒരു ഗ്രാഫ് തന്നിട്ട് ഒരു ചിത്രം തന്നിട്ട് അതായിട്ട് ബന്ധപ്പെട്ട ചോദ്യം എക്സാമിന് ഉറപ്പായിട്ടും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നിർബന്ധമായിട്ട് 100% ചോദിക്കാൻ ചാൻസ് ഉള്ള പാഠങ്ങളാണ് ഇതൊക്കെ. 100% ചോദ്യങ്ങൾ ചോദിക്കാൻ ചാൻസ് ഉള്ള പാഠങ്ങൾ. അപ്പോൾ എന്തായാലും ഈ 4 പാഠങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ ഇനിയുണ്ട് പാഠങ്ങൾ. പാർട്ട് നമ്പേഴ്സ്, ഭാഗങ്ങളുടെ സംഖ്യ, വിത്തിൻ ദ ടൈംസ്, സമയത്തോടൊപ്പം, മെഷർ മാത്ത്, അളവ് കണക്ക്, ഫ്രാക്ഷൻസ്, ഭിന്നസംഖ്യ. ഈ 4 ചാപ്റ്റർ ഉണ്ടല്ലോ. ഈ ചാപ്റ്റേഴ്സ് പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്ററുകളാണിത്. ഇതൊന്ന് ഓടിച്ചിട്ട് ഈ ചാപ്റ്ററുകൾ നോക്കേണ്ടതുമായിട്ട് വരും. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ഈ 4 ചാപ്റ്റർ ആണ്. ഈ ചാപ്റ്ററുകൾ നിങ്ങൾ ഓടിച്ചിട്ട് പഠിക്കും വേണം. ഈ ചാപ്റ്ററും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിനുള്ള ചോദ്യങ്ങൾ നമ്മളൊന്ന് ചെയ്ത് നോക്കണം. അപ്പോൾ ഇത്രയും ചാപ്റ്ററാണ് മെയിനായിട്ട് ഈ വരുന്ന ആനുവൽ എക്സാമിന് നമ്മൾ പഠിക്കേണ്ടത്. അപ്പം മാഷെ ബാക്കിയുള്ള ചാപ്റ്ററോ, ഇനിയും കുറേ ചാപ്റ്ററുകൾ ബാക്കിയുണ്ടല്ലേ. ആ ചാപ്റ്ററിന് മെയിനായിട്ട് മൾട്ടിപ്ലിക്കേഷനും അതും കൂട്ടാനും കുറയ്ക്കാനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുക. അത് നമുക്ക് മെയിനായിട്ട് പഠിക്കാനൊന്നുമില്ല. പക്ഷെ അത് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെയാണ് വരിക, അത് ചെയ്യാനൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടാവണം. ജസ്റ്റ് അതും കൂടെ ഒന്ന് നിങ്ങൾ ലൈവിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെറ്റ് ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ ഈ പാഠത്തു നിന്നുള്ള എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരിക, ആ ചോദ്യങ്ങളൊക്കെ മാഷ് തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ലൈവ് കണ്ടാൽ മതി. ഈ പാഠത്തിന് എങ്ങനെ ചോദ്യം വരും, എന്ത് ചോദ്യം വരും, അതിന് ഉത്തരം എങ്ങനെ എഴുതാം, എന്ത് ചോദ്യം വന്നാൽ എങ്ങനെ ഉത്തരം ചെയ്താലുള്ള കാര്യങ്ങളൊക്കെ മാഷ് ലൈവ് വന്നിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ലൈവ് ക്ലാസ്സും കൂടെ കാണുന്നതോടുകൂടി നിങ്ങൾക്ക് 5ാം ക്ലാസ്സിലുള്ള മാത്സ് എന്നുള്ള വിഷയം എക്സാമിന് ഏതൊക്കെ ചോദ്യങ്ങൾ വരും അത് മുഴുവൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ബാക്കിയുള്ള ഭാഗങ്ങൾ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിലില്ലാത്ത ചാപ്റ്ററുകൾ ഉണ്ടല്ലോ മാഷ് പറയാത്തത്, അതും നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട പാഠങ്ങൾ മാഷ് ഒന്നും കൂടെ പറയാണ്. ഈ 4 പാഠങ്ങളാണ്. ഇതിന് ശേഷം നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട പാഠങ്ങളാണിത്. ബാക്കിയുള്ള ചാപ്റ്ററുകൾ നിങ്ങൾക്ക് അവസാനം നോക്കിയാൽ മതി. ഇതാണ് മെയിനായിട്ട് ചോദ്യങ്ങൾ വരാൻ ചാൻസ് ഉള്ളത്. ഇതാണ് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഒക്കെ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നാണ് മാഷ് വിചാരിക്കുന്നത്. ഇപ്പോൾ തന്നെ എല്ലാവരും പഠിച്ചു തുടങ്ങുക. ആനുവൽ എക്സാമിന് ടൈം ടേബിൾ എത്തിയിട്ടുണ്ട്. ഇനി മുമ്പിൽ സമയമൊന്നുമില്ല അല്ലേ. അപ്പോൾ എന്തായാലും മാഷ് പോവാണ്. നമുക്ക് ഇനി അടുത്ത ഓരോ ലൈവിലൊക്കെ ആയിട്ട് കാണാം. മാക്സിമം ലൈവ് ക്ലാസ് ഒക്കെ എല്ലാവരും കാണാം. എല്ലാ വിഷയത്തിലും ലൈവ് ക്ലാസ് കാണാം. കൃത്യം 7 മണിക്കായിരിക്കും ലൈവ് ഉണ്ടായിരിക്കുക. അതും കൂടെ കാണുന്നത് വഴി നിങ്ങൾക്ക് എന്തായാലും എക്സാമിന് ഫുൾ മാർക്ക് സെറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട നോട്ടുകളൊക്കെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് വഴി നമ്മൾ ഇജുപോട്ട് അയച്ചു തരുന്നുണ്ട്. ഫ്രീ ആണ്. നമ്മുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നത് എന്നാണ് അന്ന് മുതൽ നോട്ടുകളും കിട്ടും. അപ്പോൾ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും രീതി താഴെ ലൈവ് ചാറ്റിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി, നമ്മുടെ കമൻറ്റ് ബോക്സിൽ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ തൽക്കാലം മാഷ് പോവുകയാണ്. നമുക്ക് അടുത്ത ദിവസത്തെ ലൈവുകളൊക്കെ ആയിട്ട് കാണാം. ബൈ ബൈ.